Hi, so welcome back to my YouTube channel and welcome to the second day of the trip. ആൻഡ് നമ്മൾ നേരത്തെ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റൊക്കെ ചെയ്ത് നമ്മുടെ ഫസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ടേണർ ഫോൾസ് പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ട് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. നമ്മൾ ഏർലി മോർണിംഗ് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ഈ സമയത്ത് നല്ല തണുപ്പാണ്, പക്ഷേ സഹിക്കാൻ പറ്റാത്ത നല്ല തണുപ്പുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. ആൻഡ് നല്ല സൺറൈസൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന വഴിയൊക്കെ ഒന്ന് നോക്കിക്കേ, എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. നമുക്ക് കണ്ണെടുക്കാൻ തോന്നാത്തത്ര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ കാറിലിരുന്നിട്ട് കുറച്ച് നേരം കിടന്നാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത്രയും ഭംഗിയുള്ള പ്ലേസസ് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിടന്നുറങ്ങാൻ തോന്നുക? അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ എപ്പോഴും ക്യാമറ ഓക്കെ മതിയെന്ന് വിചാരിക്കും. ആൻഡ് അപ്പോഴേക്കും നല്ലൊരു പ്ലേസ് വരും, ഞാൻ ഓട്ടോമാറ്റിക്കലി വീഡിയോസ് എടുത്തു പോവും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡാണ് ആൻഡ് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ആൻഡ് നമ്മൾ ഫൈനലി ടേണർ ഫോൾസിൽ റീച്ചായി. ഓക്കെ, வந்ததே இதுக்காக தான். ഈ ബ്യൂട്ടിഫുള്ളാണ്. ഇത്രയും ഭംഗിയുള്ള സ്ഥലം ന്യൂ മെക്സിക്കോ പോയപ്പോൾ പോലും കണ്ടിട്ടില്ല തോന്നുന്നു. സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. എനിക്കാണെങ്കിൽ സംസാരിക്കാൻ വയ്യ, കാരണം അത്രയ്ക്കും തണുപ്പാണ്. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തണുപ്പ്. ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമ്മളുടെ തലയിലുള്ള സാധനങ്ങളൊക്കെ എടുക്കണം, പക്ഷെ അതിന് പോലും പറ്റണ്ടാവില്ല. നമ്മൾ ആ ദൂരെ കാണാൻ വന്ന ഫോൾസ് ആക്ച്വലി അത്രയല്ല കേട്ടോ ഫോൾസ് ഉള്ളത്. ഇതിപ്പം വിൻ്റർ ആയതുകൊണ്ട് ഒരു 2-3 ഫോൾസ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നമ്മൾ ChatGPTയിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫോൾസ് കുറവായിരിക്കും, പക്ഷെ അവിടുത്തെ വൈബ് അമേസിങ് ആവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. ആൻഡ് അത് വർത്ത് ഇറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു പ്ലേസ് ആയിരുന്നു. ആൻഡ് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തണുപ്പ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കേവിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാൻ കേവിനടുത്ത് നിന്നാണ് ഞാൻ അപ്പുറത്തെ സൈഡ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു ടീമിന് കയറാൻ. അങ്ങനെ നമ്മൾ 2 ഗ്യാങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് അതിൻ്റെ അവിടെ പോയിട്ട് ഫോട്ടോസ് എടുത്തു, ജസ്റ്റ് ഫോർ ഫൺ.
ടേണർ ഫോൾസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നെക്സ്റ്റ് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ആർബക്കിൾ സഫാരി. இங்க பாருங்க, எங்க உங்ககிட்ட வருது. பெர்ஃபெக்ட். இது இவ்வளவு லைட்டா இருக்கு கேமல். இந்த ப்ளோ கேமல். நெக்ஸ்ட் എന്താണ്? നെക്സ്റ്റ് അത് ഇതുപോലെ വന്നിട്ട് വണ്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുക അല്ലേ? നോക്ക്, இது வச்சிருக்காங்க ஒயிட் ரோஸ். அவங்க ஃபுல்லா தரக்குறாங்களோ? அப்படியே குடுக்கலாம்டி. அவன் பேர் இங்கேயே காலி பண்ணிட்டாங்க. 3 கப் வச்சிருக்காங்க. அவர் பேர் கப்ரார் சார். கொடுக்குறீங்களா இல்லையா? கொடுங்க பாவம். சரி அன்செக் பா, அவன் கொடுக்கட்டும். பிரவீனா கொடுக்கட்டும். அப்படி போ. அவ்வளவுதான். போதும் போதும். அவ்வளவுதான். போங்க, இது எடுத்துக்கிட்டே இருக்கு. போதும். யாரே இது? ஓகே. போட்டோ இருக்கு இது. பாவம் போயிடுச்சு. வெறும் லாமாக்கு மட்டும் நம்மள ஃபீட் பண்ண விட்டு அடுத்து சும்மா ரோட்ல ஓட்ட விட்டாங்க. எங்கடா ஜீப்ரா ஜிராஃப் அப்படி எப்படா வரலாம்? எப்ப வந்தா முட்டலாம் சாப்பிடும். அவ்வளவுதான். நல்ல ஒரு பாஷான மாடா இருக்கு. அது தலை உள்ள விட்டா இந்த பக்கம் வெளியே வந்துட்ட மாதிரி. ஹலோ, how are you? நீங்க இந்த ஃபுட் வச்சுக்கிறீங்களாங்க? நான் வீடியோ எடுக்கிறேன். என்னடி இடிச்சுறாங்க பயங்கரமா. ஆமா, வீடியோ எடுக்கறியா? ஹலோ, ஜபா ஃபேமிலி எல்லாம் வந்தோம் இங்க. அந்த நெட் இருக்கனால அது ஒழுங்கா வர மாட்டேங்குது. ஃபுட் இருக்கு. இது மியூல் நினைக்கிறேன். இல்ல இது இல்ல. மியூல் வந்து டாங்கிக்கும் உங்களை என்னன்னு கேக்குது. ஹார்ஸுக்கும் இருக்கா? ஃபுட் இருக்கா? அப்படி தெரியுதா? அது ஜீப்ரா. ஒயிட் அண்ட் பிளாக் தான் எனக்கு தெரியுது. எனக்கு கண்ணு தெரியாம ബ്ലാക്ക് മതി தெரியுது. ബ്രൗൺ അത് സേറെല്ലാം ദേ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ആർബക്കിൾ സഫാരിയിൽ കണ്ടത്. ആൻഡ് സഫാരി ആയതുകൊണ്ട് തന്നെ നമ്മൾ കാറെടുത്ത് ഉള്ളിലൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം ഓരോ ആനിമൽസിനെ മീറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് എന്താ പറയുക, നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ കുറച്ച് ആനിമൽസിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ വലിയൊരു ഏരിയ ആണ്. സോ എല്ലാത്തിനും ഒന്നും നമുക്ക് കാണാനൊന്നും പറ്റിയില്ല. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പവിക്ക് വേണമാ എടുക്കാ? இது சப்ப மேட்டர் இல்லாமல பயப்படாதடா, ஒண்ணும் பண்ணாது. அப்ப நிறைய வந்துருச்சு. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ആർബക്കിൾ സഫാരി കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചധികം ട്രാവൽ ചെയ്തിട്ട് ബീവേഴ്സ് ബെൻഡ് എന്ന് പറഞ്ഞിട്ട് ഒക്കലാമയിൽ നമ്മൾ ലാസ്റ്റ് പോകുന്ന ഒരു പ്ലേസ് ആയിരിക്കും. അത് ഒരു 1 hourൻ്റെ അടുത്ത് നമുക്ക് ട്രാവൽ ഉണ്ട്. സോ ആ ഒരു സ്ഥലത്തെത്തിയിട്ട് ബാക്കി കാഴ്ച കാണാം.
സോ ദിസ് ഈസ് ബീവേഴ്സ് ബെൻഡ് പാർക്ക്. ഇത് ഇവിടെ പാർക്കായിട്ടാണ്, അതായത് ലേക്ക് ആൻഡ് പാർക്ക്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഒരു ഡാമിൻ്റെ വ്യൂ ഉണ്ട്. ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ട്രാവൽ ചെയ്യണം, അതായത് ഇതിനെ ചുറ്റിയിട്ടൊന്ന് വരണം. അപ്പോൾ അത് നമുക്ക് അവിടെ ഡാമും കാണാം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ലേക്കാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. ആൻഡ് ദിസ് ഇസ് ബീവേഴ്സ് ബെൻഡ് സ്റ്റേറ്റ് പാർക്ക്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞു. സോ അതിന് വേണ്ടിയാണ് വന്നത്. പക്ഷെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ദ ഫോഗ്. അതോ ഇനിയിപ്പം നമ്മൾ വരുമ്പോഴേക്കും സൺസെറ്റ് തീർന്നതാണോ എന്നും അറിയില്ല. കാരണം വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒരു 5-5:30 ഒക്കെ ആവുന്ന സമയത്ത് സൺസെറ്റ് കഴിയും. സോ അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും സൺസെറ്റ് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാമിൻ്റെ തൊട്ടു താഴെ കുറച്ച് ഡാമിൽ നിന്ന് വരുന്ന കുറച്ച് വെള്ളം വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം പോയിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ് ആണ്. നമ്മൾ കഴിക്കാൻ വന്നു. wrap with onion rings. நம்ம நெக்ஸ்ட் அர்கான்சாஸ் தான் போகிறோம்.